ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചി മറൈൻ ഡ്രൈവ് അബ്ദുൽ കലാം മാർഗിലെ പ്രൈവറ്റ് ബോട്ട് ജെട്ടിയിലാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം താരതമ്യേന കുറച്ച് വലിപ്പമുള്ള 2-3 ബോട്ടുകൾ പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്നത്. എല്ലാ ബോട്ടിലും നിറയെ ആളുകളുണ്ട്. കൃത്യം 5:30 ഈ ബോട്ടുകൾ കൊച്ചി കായലിലൂടെ അഴിമുഖം കടന്ന് പുറംകടലിലേക്ക് യാത്രയാവും. സൂര്യാസ്തമയം കടൽ വെച്ച് കാണുന്നതിനാണ് ഈ യാത്ര. കൊച്ചി സൺസെറ്റ് ക്രൂസ് അതാണിത്. തികച്ചും വ്യത്യസ്തമായ ഒരു ദൃശ്യാനുഭവമാണിതെന്ന് പറയാതിരിക്കാൻ വയ്യ. വീഡിയോയുടെ ഹെഡിങ്ങിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ ഇടയിൽ ഇത്തരം യാത്രകൾ ഒന്നും പോകുവാൻ പറ്റാത്ത പറയാതിരിക്കുന്നതും ശാരീരിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുമായ വയോജനങ്ങളുണ്ട്. പ്രത്യേകിച്ച് അവർക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മിനാർ കൊച്ചിൻ ക്രൂസിൻ്റെ ബോട്ടിലാണ് ഞാൻ കയറിയത്. ഇതൊരു ഡബിൾ ഹൾ കട്ടമറാൻ ബോട്ടാണ്. അതുകൊണ്ട് തിരകളടിച്ചുണ്ടാകുന്ന ഉലച്ചിൽ ഒട്ടും തന്നെയില്ല. ആളൊന്നിന് 750 രൂപ, 2 മണിക്കൂർ നേരത്തെ സൺസെറ്റ് ക്രൂസ് ട്രിപ്പ്. അതാണ് നിലവിലെ നിരക്ക്. ടീ, സ്നാക്സ്, ഗൈഡ് സർവീസ്, DJ മ്യൂസിക്, ലൈവ് ഗാനമേള, മാജിക് ഷോ ഇതെല്ലാം ഉൾപ്പെടെ. കൊച്ചി നേവൽ ബേസ്, കൊച്ചിൻ പോർട്ട്, താജ് മലബാർ ഹോട്ടൽ, മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി, ബോൾഗാട്ടി പാലസ്, വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ, ചൈനീസ് ഫിഷിംഗ് നെറ്റ്, ഇങ്ങനെ ബോട്ടിൽ നിന്ന് കാണുന്ന മുറക്ക് ഗൈഡ് എല്ലാത്തിനെക്കുറിച്ചും വിശദീകരിക്കുന്നുണ്ട്. ഇത് ബോട്ടിൻ്റെ മുൻവശമാണ്. ഈ ഗ്ലാസ് ക്യാബിനിലാണ് ക്യാപ്റ്റൻ ഇരിക്കുന്നത്. ഇത് ബോട്ടിൻ്റെ പിറകിൽ നിന്നുള്ള കാഴ്ചയാണ്. ഇരട്ട എഞ്ചിനുകളുടെ ശക്തി ഈ തിരയിളക്കത്തിൽ വ്യക്തമായി കാണാം.
തുരങ്കം കടന്ന് ഒരു കപ്പൽ അകത്തേക്ക് പ്രവേശിക്കുന്നുണ്ട്. ഏതാണെന്ന് അടുത്ത് വരുമ്പോൾ നമുക്ക് നോക്കാം. കൊച്ചിയിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് സർവീസ് നടത്തുന്ന MV ലഗൂൺ എന്ന യാത്രാ കപ്പലാണ് ഈ അടുത്തുകൂടി കടന്നു പോകുന്നത്. ബോട്ടിൻ്റെ ഏറ്റവും മുൻവശത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ മെല്ലെ തിരമാലകൾക്കൊപ്പം ഉയർന്നു താഴുന്ന ഒരു അനുഭവമുണ്ട്. അത് വളരെ മനോഹരമാണ്. ശക്തമായ തിര മുറിച്ച് മുന്നേറുമ്പോൾ വെള്ളം തെറിച്ച് മുകളിലോട്ട് വരും. അത് നമ്മളെ ആകെ നനയ്ക്കും. അങ്ങനെ നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തി. ആകാശം ചെറിയതായി മേഘാവൃതമാണ്. സൂര്യൻ സമുദ്രത്തിൽ മറയുന്നത് കാണാൻ ഇന്ന് പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ സൂര്യൻ മറയുന്നതിന് തൊട്ട് മുമ്പുള്ള ആകാശത്തിലുണ്ടാകുന്ന ആ വർണ്ണവിന്യാസം, കടലിൻ്റെ നീലിമ, ഇത് പരിപൂർണമായി പകർത്തുവാൻ ഒരു ക്യാമറക്കും സാധിക്കില്ല. അത് നേരിട്ട് തന്നെ കാണണം. മറഞ്ഞു, നേരെ ഇരുട്ടി. ബോട്ട് കരയിലേക്ക് തിരിച്ചു. യാത്രക്കാർ മെല്ലെ DJ ഹാളിലേക്ക് മടങ്ങി. കര എത്തും വരെ എല്ലാവരും DJ മ്യൂസിക്കും ഡാൻസും ആസ്വദിച്ചു. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. കൊച്ചി സൺസെറ്റ് ക്രൂസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക. അടുത്ത വീഡിയോയിൽ അത് പരിഹരിക്കുന്നു. വിത്ത് ലോട്ട് ഓഫ് ലവ്, രാജു സ്റ്റാൻഡ്.